ഹലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കിന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് അത്ര എളുപ്പമല്ലാത്തൊരു കാര്യം അതെന്താണല്ലേ? അത് നമ്മൾക്ക് നമ്മളോട് തന്നെ പൊറുക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു അതിനുള്ളൊരു കഴിവ്, അതിനുള്ളൊരു താല്പര്യം, സെൽഫ് ഫോർഗീവ്നെസ്, ആ ഒരു കാര്യമാണല്ലേ. കാരണം ഒരു സാധാരണ മനുഷ്യർ, അതായത് നമ്മളെല്ലാവരും പച്ചയായ മനുഷ്യരാണ്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു സംഘർഷങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വെറും സാധാരണ പച്ചയായ മനുഷ്യൻ. ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ നല്ലൊരു ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒക്കെ തടസ്സമായി നിൽക്കുന്ന ആ ഒരു മുറിവ് നമ്മൾക്ക് ഇനിയും അതിദൂരം കൊണ്ടുപോകാതെ നമ്മൾക്ക് ആ മുറിവ് ഉണക്കാനായിട്ട് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ: പൊറുക്കുക, ക്ഷമിക്കുക, മറക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അവൾക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, എന്നോട് കാണിച്ചത് ഞാൻ അനുഭവിച്ചതും എനിക്കല്ലേ അറിയുള്ളൂ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തീ അതെന്താണെന്ന് എനിക്കല്ലേ മനസ്സിലാവുള്ളൂ. അതായിരിക്കില്ല എല്ലാവരും ചിന്തിക്കുക. അതെ, നമ്മൾക്കറിയാം. കാരണം ഓരോ മനുഷ്യരുടെ ശരിയും തെറ്റുമെന്ന് പറയുന്നത് ആപേക്ഷിതമാണ്. കാരണം അത് അവരവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മറ്റൊരാളുടെ ശരി വേറൊരാൾക്ക് തെറ്റായിരിക്കും, അല്ലെങ്കിൽ അവരുടെ തെറ്റ് വേറൊരാൾക്ക് ശരിയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തികളോടോ ഒക്കെ മറക്കാനും പൊറുക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത് ഒരു പക്ഷേ അവർ ചെയ്തത് ശരിയായതോ നമ്മൾ ചെയ്തത് തെറ്റായതോ കൊണ്ട് മാത്രമല്ല, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒക്കെ തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് അതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ചെറിയ ടിപ്സ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരും നമുക്ക് മുറിവുകൾ തന്നിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലേ. അവരുടെ പേരുകൾ കൃത്യമായി ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് നമ്മളൊന്ന് കണ്ണടച്ച് മനസ്സുകൊണ്ട് അവരെ നമ്മൾ കാണണം. എന്നിട്ട് നമ്മൾ മനസ്സുകൊണ്ട് പറയണം, ഇനി മുതൽ എനിക്ക് യാതൊരു വെറുപ്പോ വിദ്വേഷമോ പകയോ വൈരാഗ്യമോ ഒന്നുമില്ല. അതെല്ലാം നമ്മൾ ക്ലിയറായി ഒരു സ്ലേറ്റ് പോലെ മായ്ച്ച് കളഞ്ഞാൽ പിന്നെ സ്ലേറ്റിൽ നമ്മൾ എഴുതുക, മായ്ക്കുക, പിന്നെ നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റും. പിന്നെ നമ്മളവിടെ എഴുതിയാലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കണം നമ്മുടെ മനസ്സ്. ക്ലിയർ ക്രിസ്റ്റലായിരിക്കണം. എന്നിട്ട് ആ പേപ്പർ നമ്മളൊന്ന് കത്തിച്ച് കളയുക. അതിലൂടെ നമ്മുടെ മനസ്സും ചിന്തയും ഒക്കെ പ്യൂരിഫിക്കേഷൻ താനെ നടക്കും. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ കൊണ്ട് നടക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ തീർച്ചയായിട്ടും ആ വ്യക്തികളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോട് ക്ഷമിച്ചുകൊണ്ട് ആ പേപ്പർ കത്തിച്ചു കളയുക. നമ്മുടെ മനസ്സിൽ ഒത്തിരി ശാന്തത കിട്ടും. നമ്മുടെ ലൈഫ് ഒരുപാട് വിജയത്തിലേക്ക് എത്താനും നമ്മുടെ ഇനിയുള്ള കാലം സന്തോഷകരമായി ജീവിക്കാനും എല്ലാവർക്കും ഈ ഒരു ടിപ്സ് ഒന്ന് ചെയ്തു നോക്കും. നമ്മുടെ ജീവിതം അടിപൊളിയായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ താങ്ക് യു. ബൈ ബൈ.